ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ. മരത്തിൻ്റെ ജനലുകൾ, വാതിലുകൾ, അതുപോലെ തന്നെ കബോർഡുകൾ, അതൊക്കെ മരത്തിൻ്റെ വേണം കേട്ടോ. മരത്തിൻ്റെതൊക്കെ നമുക്ക് നല്ല ഒരു വാർണിഷ് അടിച്ചതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ പഴയ ജനലുകളും അതുപോലെ തന്നെ വാതിലുകളും കബോർഡുകളൊക്കെ മരത്തിൻ്റെത് നല്ലൊരു പള തിളങ്ങുന്ന ഒരു പുതുതായിട്ട് വാർണിഷ് അടിച്ചതുപോലെ നല്ലൊരു തിളക്കം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയണമെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റും സബ്ബൊക്കെ ചെയ്താൽ മതി. നമ്മളെ ചാനൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിതലും വരില്ല. പഴയൊരു ജനലിൽ നിന്നും അതോ വാതിലിൽ നിന്നൊക്കെ നമുക്കൊരു പുതിയൊരു ജനലും പുതിയൊരു വാതിലും അതുപോലെ തന്നെ പുതിയ കബോർഡുകളൊക്കെ ആക്കി നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഓയിലോ എണ്ണയോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ എടുക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിക്വിഡ്. ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനലുകളും വാതിലുകളും മരത്തിൻ്റെ ജനലുകളും വാതിലുകളും കബോർഡുകളൊക്കെ നമ്മൾ തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വൃത്തിയുള്ള തുണി വേണം എടുക്കാൻ. അതെടുത്തതിന് ശേഷം കോട്ടൻ്റെ തുണി എടുക്കണതാണ് നല്ലത് കേട്ടോ. തുണിയിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ജനലുകളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, നല്ലൊരു റിസൾട്ട് തന്നെ അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ. സാധാരണ നമ്മൾ വെള്ളം കൊണ്ട് തുടച്ചെടുക്കുമ്പോഴൊക്കെ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഏറി വന്നാൽ ഒരു 2-3 ദിവസമൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പൊടിപടലങ്ങളൊക്കെ ജനൽമ പിടിക്കും. പെട്ടെന്ന് തന്നെ അഴുക്കാവും അല്ലേ ജനലുകളും വാതിലുകളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 മാസം തന്നെ നമുക്കിതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടിപ്സ് ഉപയോഗപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു വൃത്തിയിലും വാർണിഷ് അടിച്ചതുപോലെയും നമുക്കിത് തുടച്ചെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വൃത്തിയിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്ബൊക്കെ ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ വൃത്തിയായിട്ട് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.